നമസ്കാരം. ചലച്ചിത്ര താരവും സോഷ്യൽ മീഡിയ താരവുമായ ആവണി ആവൂസ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയാണ് ഈ കൊച്ചുമിടുക്കി. സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള താരം കൂടിയാണിത്. അഭിനയത്തിനു പുറമെ നൃത്തം, ഗാനം, യോഗ എന്നിവയിലെല്ലാം തന്റെ കഴിവുകൾ തെളിയിച്ച ആവണി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആവണി ആവൂസ് തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ചേരുന്നത്. ആവണി, സ്വാഗതം. നമസ്കാരം. താങ്ക് യു. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. ഷൂട്ടിലെല്ലാം പോയി നന്നായിട്ട് ആസ്വദിച്ചു. ആവണിയെ സംബന്ധിച്ചിടത്തോളം ആവണി തൊടാത്ത മേഖലകളില്ല. ഞാൻ ആവണീൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കുറേ കാലം കൊണ്ട് കാണുന്ന കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ആ ഗ്രോത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ? ശരിക്കും ആവണി ചെയ്യാത്ത ഏതെങ്കിലും മേഖല ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല, കുറവാണ്. മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നേ? സമയം കിട്ടുന്ന എങ്ങനെയാ ചോദിച്ചാല്, നമ്മളിപ്പം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇപ്പൊ ഈവനിങ് ഒരു 4 o'clock വീട്ടിലെത്തിയാല് ബാക്കിയുണ്ടല്ലോ സമയം. പിന്നെ അതേപോലെ തന്നെ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല. വെറുതെ ഇരിക്കുന്നതിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു രസമല്ലേ? തീർച്ചയായും. ആവണി എന്ന പേരിനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് ആവൂസ് എന്നല്ലേ? ശരിക്കും ആവൂസ് എന്നുള്ളൊരു പേര് എങ്ങനെയാണ്? അമ്മയുടെ വിളിപ്പേരിൽ നിന്ന് തന്നെയാണോ ആവൂസ് എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് മാറിയത്? അതെ, അമ്മ ചെറുതുണ്ടാവുമ്പോഴേ എന്നെ ആവൂസേ എന്നാ വിളിക്കാറ്. പിന്നെ അത് റീൽസിലെല്ലാരും കണ്ട് പിന്നെ എല്ലാരും എന്നെ അറിയുന്നത് ആവൂസ് എന്നാണ്. എന്നെ കാണുന്ന സമയത്ത് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് വന്ന് ചോദിക്കും, ഹായ് ആവൂസ്, എന്താ പേര് ചോദിക്കും. ആർക്ക് പേര് എല്ലാവർക്കും ഭയങ്കര കുറവാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ആവൂസ് ഭയങ്കര ഹൈപ്പിലെത്തിയത്. ശരിക്കും ആവൂസിന്റെ കൊച്ചിലെയുള്ള വീഡിയോ അല്ലേ, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ ഇടയിലുള്ള കുറേ കുട്ടികളെ പോലെ തന്നെയായിരുന്നു ആവൂസിന്റെ വർത്താനമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചുമിടുക്കി എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പറയുന്നതാണോ അതോ അപ്പോൾ സ്പോട്ടിൽ പറയുന്നതാണോ? അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു മേഖലയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും? സ്ക്രിപ്റ്റിംഗ് അല്ല, ആ ചെറിയ സമയത്ത് ഞാൻ ഇതും തമാശ രീതിക്ക് പറയുന്ന സമയത്ത് അമ്മ പറയും, അത് നല്ല രസമുണ്ടല്ലോ, നമുക്കത് വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്തിടുമ്പോ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. ആവൂസെ, ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഉണ്ടായിരുന്ന ആ പറയുന്ന ഡയലോഗിൽ അതിലേതെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് എല്ലാ വൈറലായ ഒരു പുസ്തകം കിട്ടിയ അത് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് വലിയ ആളായി, എന്നാലും സൗണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ആ ഒരു ഡയലോഗ് പറഞ്ഞാലോ? പറയാം. അതിന്റെ ഇടക്ക് അതെയോന്ന് പറയുന്നുണ്ട്, അത് അമ്മ പറയും. അതെന്റെ അമ്മ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ബുക്കെല്ലാം കിട്ടിയമ്മേ? ഹിന്ദിയാ? तुम्हारा नाम क्या है? मेरा नाम ആവണി. കളർ പുസ്തകാ ഇത്? ഞാൻ കളർ പുസ്തകം മരിക്കും. ഇപ്പൊ പറഞ്ഞു വന്ന പോലെ തന്നെ കൊച്ചുകാലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പം ഇപ്പോഴെന്താണ് തോന്നുന്നത്? ആ വീഡിയോസ് എടുക്കുമ്പോ ഒക്കെ എങ്ങനെയാ? റീടേക്ക് ഒക്കെ ഉണ്ടായിരുന്നു? ഒറ്റ ടേക്ക് തന്നെയാണോ ചെയ്യുന്നത്? അമ്മ തന്നെയാണ് എല്ലാത്തിനും കൂടെ ഉണ്ട്. എഡിറ്റിങ്, വീഡിയോഗ്രാഫർ, സ്ക്രിപ്റ്റിങ് എല്ലാം അമ്മ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അതെ. അത് ഞാനൊരു കാര്യം പറഞ്ഞു, അത് പറഞ്ഞിട്ട് അമ്മ അത് തിരുത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആയതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആവും. പിന്നെ അപ്പോഴത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. ഒന്ന് ചെറിയ എഫക്റ്റ് ഇട്ട് അത് പോസ്റ്റ് ചെയ്താൽ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ വീഡിയോസ് കാണുന്നവരുടെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് തന്നെ ആവൂസിൻ്റെ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഈ 1 million ഫോളോവേഴ്സൊക്കെ വന്നപ്പോഴേ തുടക്കത്തിൽ ഇങ്ങനെ കൊച്ചുകുട്ടിയായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല. പക്ഷെ അമ്മയ്ക്ക് കൃത്യമായ കണക്കൂട്ടൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഓരോ ചുവടുവെപ്പും കൃത്യമായ രീതിയിലായിരുന്നു. ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, നിങ്ങൾ ആദ്യം തുടങ്ങിയ ടിക്ടോക്ക് ആകട്ടെ, എല്ലാ മേഖലയിലും വലിയൊരു പ്രേക്ഷകരെ നിങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അല്ലേ, ആ ഒരു പ്ലാനിങ്ങോടെ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഈ ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ടിക്ടോക്കിൽ വൈറലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് പോയി. പിന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കയറി പിന്നെ ടിക്ടോക്കിൽ വൈറലായത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണ് ഫോളോവേഴ്സ് ഉണ്ടാക്കിയത്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഫോളോവേഴ്സിനെ പറ്റിയൊന്നും ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും ചോദിക്കില്ല. അമ്മ, അയ്യോ ഇതിന് റീച്ച് പറഞ്ഞു, ഇതിന് നല്ല റീച്ച് ഉണ്ട്. എനിക്ക് ഇതിന് എല്ലാത്തിനും ഒരേ ഇമോഷൻ ഇല്ല, സന്തോഷമില്ല, സങ്കടമില്ല, ഒരു ഇതുമില്ല.
അവന് ഈ ഫോണൊന്നും അധികം ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. സത്യമാണോ? സത്യാണ്. മൊബൈൽ യൂസ് ഭയങ്കര കുറച്ച്. ഇത് നോക്കിയിട്ട് ഒരുപാട് പേരുടെ കണ്ണിന് കണ്ണാടി ഇട്ട ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ കണ്ണിന് പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഈ ആവശ്യമുള്ള സംഭവം എല്ലാം എനിക്ക് കാണിച്ചു തരും മൊബൈലിൽ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല മൊബൈലിൽ. ഈ നൃത്തം, അതിനൊപ്പം തന്നെ കളരി, യോഗ, അങ്ങനെ എല്ലാ മേഖലകളിലും സജീവമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ നൃത്തം തന്നെയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സാധനമൊക്കെയാണ് ഇപ്പോൾ അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടായിരുന്നു. ഒരു പെൺകുട്ടിക്ക് ആവുന്നതിലും അപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ആ ഒരു അത്രയും വലിയ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആത്മവിശ്വാസമൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? അത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ യോഗ മിക്സഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്ന സമയത്ത് യോഗ ഫസ്റ്റ് ചെയ്യും, പക്ഷെ എനിക്കതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. ചെയ്യും പക്ഷെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അമ്മേനോട് പറയും ഇതൊക്കെ എന്തായാലും പറ്റുന്ന കാര്യമില്ല അമ്മയെന്ന് പറയുമ്പോ അമ്മയാണ് മോട്ടിവേറ്റ് ചെയ്ത് അത് നിനക്ക് പറ്റും, നിനക്ക് പറ്റിയിട്ട് നിനക്ക് പറ്റാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അമ്മേരെ മോട്ടിവേഷൻ കൊണ്ട് തന്നെ ഒരു ഭയങ്കര എനർജി വരും. പിന്നെ ചെയ്യുമ്പോ ഒരു പെർഫെക്ഷൻ, അത് ഇത് ഡാൻസ് ചെയ്യുന്ന സമയത്ത് കയ്യിലെ ആ ഒരു വഴക്കം അത് എല്ലാം വരും. തീർച്ചയായും ഈ കൈയെത്തുന്നിടത്ത് മനസ്സെത്തണം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴേ അങ്ങ് അച്ചടിച്ച് വെച്ചിരിക്കുക അല്ലേ? അച്ചടിച്ച് വെച്ചതാണെന്ന് ചോദിച്ചാല് ചില സമയത്ത് മറക്കുന്ന സമയത്ത് അമ്മ അത് ഓർമ്മിച്ചു തരും. അപ്പൊ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ളത്, അച്ഛനുണ്ട് കൂടെ തന്നെ, ഒപ്പം അനിയനും ഉണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു കൂട്ടായ്മ? കാരണം നിങ്ങൾ 4 പേരും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ മറ്റ് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഭീഷണിയായിക്കൊണ്ടിരിക്കുക ആവൂസ് എന്നൊക്കെ ഒരു ടോപ്പിക്കൊക്കെ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക്. കേട്ടിട്ടുണ്ടാ? ഞാനും കേട്ടിട്ടില്ല, പക്ഷെ ചിലപ്പോ അമ്മ കേട്ടിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഞാൻ ഈ മൊബൈൽ യൂസ് കുറവായതുകൊണ്ട്. അപ്പം ഇതിന്റെ സപ്പോർട്ട് നമ്മുടെ ഫാമിലി മൊത്തം ഇതിന് സപ്പോർട്ടാണ്. അത് മാത്രല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാര്, എന്റെ ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ പ്രേക്ഷകർ, അവര് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഭയങ്കര ഒരു ഊർജം കിട്ടും അത് ചെയ്യാൻ. തീർച്ചയായും ഈ അടുത്ത ഒരു നാടൻ പാട്ടില്ലേ, അത് തന്നെയാണ് എനിക്കൊന്ന് കലോത്സവത്തിലൊക്കെ ഏറെ ട്രെൻഡായി. അതിനുശേഷം കുറേ സ്റ്റേജ് ഷോസിലൊക്കെ അവനിയുടെ ആ ഒരു വോയിസിൽ നമുക്ക് 2 വരി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു നാടൻ പാട്ടും കൂടെ ആയാലോ? നാടൻ പാട്ട് അത് നോന്ന് മാത്രം പറയുന്നത് അത്ര സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത്. അത് ശരി തന്നെ. ഞാൻ ഫ്ലവേഴ്സിൽ ടിവിയിൽ പോയ സമയത്ത് അവരെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കോറസ് പാടാൻ എന്നോട് പറയരുത്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ കോറസ് ഞാൻ തന്നെ പഠിക്കാം. ഓക്കെ ശരി. എന്നാ അപ്പൊ നിങ്ങൾ ഇതിന് താളം അടിക്കുമെന്നോ? താളോ? മീൻസ് ഓക്കെ ഓക്കെ, ഞാൻ അടിക്കുന്നുണ്ടെന്ന് കരുതിക്കോളുക. ശരി. ഗുരുനാഥ ഹീറോ ಗುಡ್ಡೆ ಗುಡ್ಡೆ ಕದವು ಸೋಪಾನ ಮಧುವಂದಾಗೆ ಬಿತ್ತಳೋ ಸೋಪಾನ ಬಾಹುಲೆ ಬಿಡವೆ ಸೋಪಾನ ಸೋಪಾನ സോപാന. അടിപൊളി. ഈ വരികളൊക്കെ എന്താ അർത്ഥമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ പഠിക്കുന്നതൊക്കെ? അത് ചോദിച്ചാ അത് എനിക്ക് അറിഞ്ഞൂടാ. ഈ വരികളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ച മാഷ് ഞങ്ങൾക്കൊരു A4 ഷീറ്റില് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാഷ് നമുക്ക് പാടിത്തരും. അതേപോലെ ഈ ലീഡ് ചെയ്യുന്ന ഞാൻ പാടും, എന്നിട്ട് ബാക്കിയുള്ളവർ കോറസ് രീതിക്ക് പാടും. അങ്ങനെ പാടിയിട്ട് പിന്നെ ഒരു വരി നോക്കും, പേപ്പർ ഇല്ലാതെ പാടും. അടുത്ത വരി നമ്മളിങ്ങനെ ഊഹിച്ചെടുത്ത് പാടും, എന്നാലും തെറ്റും. അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് എങ്ങനെയോ ഓർമ്മിച്ച് വെച്ചു. ആ ഒരു ഈണം ആയതുകൊണ്ട് പെട്ടെന്ന് നോക്കാൻ പറ്റി. ഈ കൊച്ചുകുട്ടിയായിരുന്നപ്പോ തന്നെ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? നൃത്തത്തിനോടൊപ്പം തന്നെ അങ്ങനെ പഠിച്ചു വന്നതാണോ അതോ കണ്ടറിഞ്ഞ് പഠിച്ചു വരുന്നതാണോ? ഞാൻ പഠിച്ചിട്ടില്ല. അച്ഛൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ അച്ഛൻ പാടുമ്പോ അച്ഛന്റെ കൂടെ പാടിയിട്ട് അമ്മ പറഞ്ഞു നിനക്ക് പാടാൻ നല്ല കഴിവുണ്ടല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഈ പാട്ട് പഠിക്കാൻ പോകുന്നതിൽ ഇൻട്രസ്റ്റ് കുറവായിരുന്നു. അപ്പൊ അച്ഛൻ പോകുന്ന കണ്ട് അച്ഛൻ എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തന്നു. അങ്ങനെ പഠിപ്പിച്ചു തന്നു പറഞ്ഞാൽ ആ ഒരു സാരി ഗമ എന്നുള്ള ഒരു താളം എനിക്ക് പഠിപ്പിച്ചു തന്നു. പാട്ട് സെപ്പറേറ്റ് പഠിക്കാൻ പറ്റില്ല.
ശരിക്കും ആവൂസിൻ്റെ വീഡിയോയിൽ അമ്മയും ആവൂസും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ? നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ട് അതിനെ അനുകരിച്ച രീതിയിലൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ട്രെൻഡിങ്ങിലായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടന്റുകൾ കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ ആരാ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ രണ്ടുപേരും ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോട്ടിൽ കാണുമ്പോൾ അത് ചെയ്തൊക്കെ വരുന്നതാണോ? ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു ട്രോഫികൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അല്ലെ? നിങ്ങൾ അത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്. അതെ, അത് ഇപ്പൊ 100-ന് 1-2 വീഡിയോസ് മാത്രം എത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് റീച്ച് ആവും. ഇപ്പൊ നമ്മ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി വിചാരിച്ചോ, ആ വീഡിയോ കഴിഞ്ഞു, അതിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും തമാശ പറയുമ്പോ അമ്മ അത് വീഡിയോ എടുത്തിട്ടാല് നമ്മ കഷ്ടപ്പെട്ട് എന്തിനാണോ ആ വീഡിയോ റീച്ച് ആവുന്നതിന് പകരം ഞാൻ ഈ പറയുന്ന ആ ഒരു ചളി ആ സംഭവങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നത്. ക്ലാസ്സിലും അതുപോലെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചേഴ്സ് ഇപ്പൊ ഞങ്ങള് ഷൂട്ടിന് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നോട്ട്സ് അയച്ചു തരും. അതായത് എന്റെ ഫ്രണ്ട്സിനോട് നോട്ട് ചോദിച്ചിട്ട് നോട്ട് അയച്ചു തരും. പിന്നെ ഫ്രണ്ട്സും അതേപോലെ നല്ല സപ്പോർട്ടാണ്. ഏത് നോട്ടാന്ന് വേണ്ടേന്ന് ചോദിക്കും. ചില സമയം അവരെന്നെ കംപ്ലീറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ശരിക്കും നിങ്ങളുടെ റവന്യൂ എന്നൊക്കെ പറയുന്നത് ഈ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെയാണോ? റവന്യൂ സോഷ്യൽ മീഡിയ മാത്രമല്ല, അമ്മ ബ്യൂട്ടീഷ്യൻ ആണ്, അതേപോലെ തന്നെ അച്ഛന് വർക്ക് ഉണ്ട്, മെറ്റൽ ഫാബ്രിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സൈഡിലെ കൂടെയായിരുന്നു യൂട്യൂബ് കൊണ്ടുപോകണ്ടേ. ഇപ്പോഴും അതേപോലെ തന്നെ, അതായത് അമ്മയാണ് ഇതിനെ മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അമ്മ ഒരു സൈഡില് ഷോപ്പും മറ്റു സൈഡിൽ യൂട്യൂബും അങ്ങനെ കൊണ്ടുപോകും. ഈ തുടക്കത്തിലൊക്കെ അധികം വ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും, കാരണം നമുക്കറിയാം അതിൻ്റെ ഒരു റീച്ചായി വരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്, നിങ്ങൾ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെ ഒരു താല്പര്യം, ഇഷ്ടം, അതിൻ്റെ കുറേയധികം ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്, മാറി ചിന്തിക്കാൻ കുറച്ച് സന്തോഷം, അതിനൊക്കെ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോസൊക്കെ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആവുമ്പം എങ്ങനെയാണ് ആ തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു? ആവണീനെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കുട്ടിയാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ വരിക എന്ന് പറയുമ്പം ആൾക്കാരെ കണ്ട് തിരിച്ചറിയുക പറയുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷമൊക്കെ? ആ ഒരു സന്തോഷം, ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് 4 വയസ്സില് 3 വയസ്സില് എങ്ങാനാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു പാട്ട് വെക്കും, അതിനനുസരിച്ച് കുറച്ച് ഒരുങ്ങിയിട്ട് ബാക്കിൽ ഒരു തുണിയെല്ലാം വെച്ചിട്ട് അമ്മ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നതായതുകൊണ്ട്. പിന്നെ എന്റെ ഒരു ഫാൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു മോളുടെ വോയിസ് നല്ലതാണ്, അപ്പോ മോള് ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് നല്ല രസം ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഏതാന്ന് ഓർമ്മയില്ല. ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, അത് നല്ല റീച്ചായി. പിന്നെ അതിനുശേഷം ഇടുന്ന വീഡിയോസ് നമുക്ക് ഫസ്റ്റിലൊരു 15 ഫോളോവേഴ്സ് ഉണ്ടായത്, അത് കഴിഞ്ഞ് ഇത് കൂടി വന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ അതിനു മുമ്പേ നമ്മ ഭയങ്കര സങ്കടം ഉണ്ടായി. പക്ഷെ ഈ എപ്പോഴും ഓൺ വോയിസ് ഒക്കെ നമുക്ക് കണ്ടന്റ് ഇല്ലല്ലോ. അപ്പൊ ചില സമയം ഈ പാട്ടിന്റെ വീഡിയോസ് ഇടും, അത് കയറൂല, അത് കാണുമ്പോ സങ്കടം വരും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരുപാട് കോമഡീസ് ഇടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇപ്പോ ആൾക്കാർ കണ്ടറിയുന്ന സമയത്ത് നമ്മള് ആ ഒരു ഒന്നുമില്ലാത്ത സമയത്ത് ആരും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാരും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അഭിമാനമുണ്ട്. തീർച്ചയായും. അതിനൊപ്പം തന്നെ ഈ ആളുകൾ, സോഷ്യൽ മീഡിയ ആണ് എല്ലാവർക്കും, എത്ര നല്ല വീഡിയോസ് ഇടുന്ന ആളുകൾക്കാണെങ്കിലും അതിനിടയിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്താറുണ്ടല്ലേ? ശരിക്കും തുടക്കകാലത്തല്ല, അതിനിടയിൽ പോലും നിങ്ങൾക്കും അമ്മയ്ക്കും മകൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പിന്നെ അമ്മ മകളെ വെച്ച് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു, അത്തരത്തിലൊക്കെ കുറേ കമൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വിഷമം തോന്നിയിട്ടുണ്ടോ? അതോ ആവണിയും അമ്മയും ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലേ? നമ്മള് മൈൻഡ് ചെയ്യാറില്ല. അതായത് നമ്മളിപ്പോ കമന്റ്സ് കാണും, വായിക്കും. അപ്പൊ ഞാൻ ചോദിക്കും അമ്മ എന്തിനാ അമ്മ ഇവര് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്? അപ്പൊ അമ്മ പറയും, അതായത് നമ്മളിപ്പൊ കേറി പോകുന്നത് കണ്ടിട്ട് അവർക്ക് കയറാൻ പറ്റാതെ, അതായത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നും ആവാൻ പറ്റാതെ ഇരിക്കുന്നോണ്ടാണ് കേറി പോകുന്ന ആൾക്കാരെ കാണുമ്പോ അവരിങ്ങനെ ഇട്ട് കളിയാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് ശരി തന്നെയല്ലോ. അതായത് നമ്മ കയറുന്ന കണ്ടിട്ട് കുശുമ്പ് കുത്തുന്ന ആൾക്കാരാണ് ഈ ഇതുപോലുള്ള കമന്റ്സ് ഇടുന്നത്. ഇതല്ലാതെ നല്ല കമന്റ്സ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരല്ലേ എന്ന് പറഞ്ഞത് ഈ 1-2 ആൾക്കാര്, അവരായിരിക്കും നമ്മളെ മാക്സിമം തളർത്താൻ നോക്കുന്നത്. പക്ഷെ മുന്നേ നമുക്ക് ഇതൊരു വിഷമമായിട്ടുണ്ടായിനി. പിന്നെ റീച്ച് ആവുന്നതിനനുസരിച്ച് ഒരുപാട് പേര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു 2-3 ആൾക്കാരെ നമുക്കും തട്ടിക്കളയാൻ പറ്റുന്ന അത്രേ ഇല്ലു നമുക്ക് മനസ്സിലായി.
തീർച്ചയായും അവർക്കൊക്കെ ഉള്ളൊരു ഉദാഹരണം അല്ലെങ്കിൽ മറുപടി എന്ന് തന്നെയല്ലേ ഈ അവാർഡുകളൊക്കെ വാരിക്കുട്ടി, അല്ലെങ്കിൽ അത്രത്തോളം ഈ കലാതിലകാകുക എന്നൊക്കെ പറയുന്നത് അതിനൊക്കെയുള്ളൊരു മറുപടി തന്നെയല്ലേ. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങൾ ഓരോ നേട്ടവും സ്വന്തമാക്കുന്നത്. ശരിക്കും JC ഡാനിയൽ പുരസ്കാരമൊക്കെ അതിനൊരു ഉദാഹരണമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, അത് ഇപ്പൊ അവർക്കുള്ള മറുപടി മാത്രമല്ല, എന്റെ അമ്മക്ക് ചെറുപ്പത്തില് ഇതുപോലുള്ള അവാർഡ് വാങ്ങണം, പിന്നെ ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ അച്ഛനും അമ്മക്കും അതിനുള്ള ഒരു സാഹചര്യം അമ്മക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ അമ്മ പറഞ്ഞേ, എന്റെ അവസ്ഥ നിനക്ക് വേണ്ട, എനക്ക് നേടാൻ പറ്റാത്തത് എന്തായാലും നിനക്ക് നേടാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ എനിക്ക് കിട്ടുന്ന അവാർഡും എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം എന്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം നേടിയെടുക്കുന്നത്. വെരി ഗുഡ്. അമ്മ എന്താ ഇത് കേൾക്കുമ്പോൾ പറയുക? കാരണം അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലേ? കാരണം ഓരോ വീഡിയോസ് ഇറങ്ങുമ്പോൾ ആൾക്കാർ അത്രത്തോളം സ്വീകരിക്കുമ്പോൾ ആവണി ഓരോരുത്തരെ ചിരിപ്പിക്കുക എന്നറിയുമ്പോൾ തന്നെ ഒരാളെ ചിരിപ്പിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി ഓരോരുത്തർ കണ്ടു നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് തന്നെയായിട്ട് നിങ്ങൾ പോകുമ്പം അതൊക്കെ ശരിക്കും അമ്മേൻ്റെ ഒരു ആഗ്രഹമായിട്ട് തന്നെയായിരിക്കും അല്ലേ? അത് മാത്രല്ല, നമ്മുടെ ഈ റീൽസ് കണ്ടിട്ട് ഇപ്പൊ സങ്കടമായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും കണ്ടു ചിരിക്കും. എന്നിട്ട് ഈ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ആ നമ്പറിൽ അവര് വിളിച്ചിട്ട് ഈ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അതായത് അത്രയും സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരെ വരെ നമുക്ക് ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സന്തോഷം വരുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മ ഒരിക്കലും തളരാൻ നിൽക്കൂല. കാരണം ഇതുപോലെ ഒരുപാട് പേര് വിളിച്ച് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. അപ്പൊ നമ്മള് വീണ്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കും. തീർച്ചയായും സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ്. ഇപ്പോൾ നമുക്കറിയാം വൈറൽ താരങ്ങൾക്കൊക്കെ ഇനാഗുറേഷൻ പ്രോഗ്രാമുകളൊക്കെ കിട്ടാറുണ്ട്. ആവണി അങ്ങനെ ഇനാഗുറേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയോ? ഒരുപാട് ഇനോഗ്രേഷൻസും പിന്നെ അതേപോലെ ചീഫ് ഗസ്റ്റും ഉദ്ഘാടകയെല്ലാം ആയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് പോയി. ആദ്യം നമ്മുടെ ഈ നാട്ടിൽ തന്നെയായിരുന്നു തുടക്കം. പിന്നെ അങ്ങനെ പുറത്തെല്ലാം പോയിട്ട് ഇനോഗ്രേഷൻസും പിന്നെ അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ടും ഒക്കെ പോകാൻ തുടങ്ങിയിട്ട്. എങ്ങനെ ആദ്യത്തെ ഒരു വിളി വന്നപ്പോ എന്താ തോന്നിയത്? ആദ്യത്തെ വിളി ഞങ്ങൾക്ക് 8 വയസ്സായി ഞാൻ ഉണ്ടാവുമ്പോ ഒരു ഫോട്ടോഗ്രാഫി ഷോപ്പിന്റെ ഒരു ഇനോഗ്രേഷന് ഗസ്റ്റ് ആയിട്ടായിരുന്നു പോയത്. അപ്പൊ ഈ ഒരുപാട് പേര് പോകുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ പോവാറുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിന്റെ എങ്ങാനും ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ കാണാൻ പോയില്ലേ ആരായിരിക്കും ഗസ്റ്റ്, അങ്ങനെ രീതിക്ക് പോയ ഞാൻ ഇതിന്റെ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ പിന്നെ പറയണ്ടല്ലോ ഒരുപാട് സന്തോഷമായിരിക്കും. അതും ആ ഒരു 8 വയസ്സുള്ള പ്രായത്തില് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഒരു ഇടവേള വന്നു. പിന്നെ അതിനുശേഷം ഒരു 11 വയസ്സാകുന്ന സമയത്ത് പിന്നെ തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. തകർച്ചയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതെന്തായാലും അതേപോലെ തന്നെ തുടരട്ടെ. ആവൂസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ വലിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇനി 8ാം ക്ലാസ്സിലേക്കാണ് അല്ലേ? അപ്പോൾ കുറേയും കൂടെ പഠിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ വരികയാണ്. ഈ കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ അത്രത്തോളം പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ആവൂസിനറിയാം. അധ്യാപകരൊക്കെ അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ വലുതാകുമ്പം ആരാകണം എന്നൊക്കെയാണ് ആഗ്രഹം? അങ്ങനെ ഒരു എയിമൊക്കെ വെച്ചാണോ പഠിക്കുന്നത്? അതെ, എനിക്ക് സ്കിൻ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അതിന്റെ സൈഡിലെ കൂടെ ഈ മൂവീസ് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകണം. ഈ കുട്ടികളൊക്കെ ട്യൂഷന് പോവുക, അത് കഴിഞ്ഞ് ടെൻഷനായിട്ട് തിരിച്ചു വരിക, അതിനിടയിൽ പഠിത്തം, ഇതൊക്കെ ആകുമ്പോൾ എല്ലാ കുട്ടികളും നമുക്കറിയാം കേരളത്തിലെ മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് ട്യൂഷൻ അതിൻ്റെ ഇടയിൽ കലാപരിപാടികൾ ഇതൊന്നും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ആവൂസ് അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ഇപ്പം അമ്മ പറയുമ്പോൾ തന്നെ അമ്മേൻ്റെ കാര്യങ്ങൾ അത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അത്രത്തോളം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ എന്താ പറയാനുള്ളത്? ചിലർക്ക് കഴിവുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തെടുക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഞാനും ചെറുതുണ്ടാവുമ്പോ ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ ഒരു ക്യാരക്ടർ മാറ്റിയെടുത്തത് അമ്മയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന് ഫുൾ ഇൻട്രസ്റ്റ് കൊടുത്ത് ചെയ്താല് നമുക്ക് അതിന്റെ കൂടെ മറ്റൊരു കാര്യം ചെയ്യുമ്പോ ഇതൊരു ഭാരമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നൂല നമ്മ പറഞ്ഞു. അപ്പൊ ഒന്നും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സിലെത്തുമ്പോ പഠിക്കുന്ന സമയത്ത് പിന്നെ എനക്ക് മടിയാണ് ഈ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആ മടി മാറ്റിയാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് അമ്മ പറഞ്ഞെന്ന് ആ കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പം പഠിക്കുന്ന സമയത്ത് എത്ര ഉണ്ട് പഠിക്കാൻ ആലോചിക്കുന്നതിനവരാ ഇത്രേ ഇല്ല പഠിക്കാൻ, ഇതെല്ലാം എനിക്ക് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞ് പഠിച്ചാല്
ആ പഠിക്കുന്നത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ സൈഡിലേക്ക് കൂടി നമ്മുടെ കലയെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം. നമുക്ക് ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത കലകളാണ് ഉണ്ടാവല്. ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ ഡാൻസ് കളിക്കാനായിരിക്കും. അപ്പൊ അവരുടെ കലയെ കണ്ടെത്തിയിട്ട് അതിനെ കൂടെ വളർത്തിയെടുക്കാൻ നോക്കണം ഈ പഠിത്തത്തിന്റെ സൈഡിലേക്ക് കൂടെ. അത് നല്ല നല്ല കാര്യങ്ങളാണ്. തീർച്ചയായും. അതിനോടൊപ്പം തന്നെ സിനിമ അല്ലെ, സിനിമയിലേക്ക് എത്തി, സിനിമയിലെ മുഖം ചില ആളുകൾക്കൊക്കെ അവർക്കൊന്ന് അഭിനയിക്കുക, ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ അതിയായ ആഗ്രഹമുണ്ട്. ആവൂസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലേക്കുള്ള ചുവടുവെപ്പ്? എളുപ്പമെന്നല്ല, ഞങ്ങള് ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടാണ് ഈ ഫസ്റ്റ് മൂവിയിലേക്ക് ഞങ്ങൾ കേറുന്നത്. അപ്പം ഈ കേറി കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്. അതായത് അത്രയും നാളത്തെ ആഗ്രഹമില്ലേ ഒരു മൂവിയിൽ അഭിനയിക്കണം. അപ്പോ ഇപ്പൊ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര ലക്ക് വേണം. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ക് വേണം. ലക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ അതിനുള്ള ഒരു ആൻസർ ആയിട്ട് നമുക്ക് മൂവിയിൽ അഭിനയിക്കാനും നമ്മുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കും. പുതിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇനിയിപ്പോ ജൂലൈയിലുണ്ട്, ജൂണിലും ഉണ്ട്, കമ്മിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഈ നമ്മുടെയൊക്കെ നാടും പ്രദേശം അല്ലേ, കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു താരങ്ങൾ അവർക്ക് എത്തുക അല്ലെങ്കിൽ അത് ഒരുപാട് കഷ്ടപ്പെട്ട് അത് വരുന്ന ഒരു യാത്ര തന്നെയാണ്. ശരിക്കും നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം ആവൂസ് ഇപ്പോൾ അവരുടെ ഒരു സന്തോഷം, അവരുടെ എല്ലാ സ്നേഹവും എല്ലാം അല്ലേ, അങ്ങനെയാണ് നാട്ടിലെ കൂടെ അഭിമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പം നമ്മൾ ഓരോരോ പരിപാടിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ചിലപ്പോൾ വിന്നറായി വരുമ്പോ, ചിലപ്പോൾ ഫസ്റ്റ് അടിച്ച് വരുന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് അതിനനുസരിച്ച് നമുക്ക് അനുമോദനങ്ങൾ തരും. അപ്പോ അത് നമുക്കൊരു പ്രചോദനമാണ്. അതായത് നമ്മളിപ്പോ ജയിച്ചിട്ട് വരുമ്പോ നമ്മുടെ നാട്ടുകാർക്കും കൂടെ സന്തോഷമാണെന്ന് അറിയുമ്പോൾ അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അപ്പൊ ഇനി നാട്ടുകാർക്ക് സന്തോഷമാവുന്നു ആലോചിക്കുമ്പോൾ നമുക്കും ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വരും. അപ്പോ ഈ നാട്ടുകാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനക്കും ഒരുപാട് മോട്ടിവേഷൻസ് വരാറുണ്ട്. തീർച്ചയായും. അതിനൊപ്പം തന്നെ ഒരു സംശയം, ഇങ്ങനെ ആവൂസ് ആവണി എന്നുള്ള പേരിൽ ഇനി വലുതാവുമ്പോൾ ഈ ആവൂസ് എന്നുള്ള ഒരു പേര് അതിനൊരു മാറ്റം വരുമോ? മാറ്റം വരുത്താൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ആ പേര് ഒരു മോശമായിട്ട് എനക്കും ഇതുവരെ തോന്നിയിട്ടില്ല. മോശമായിട്ടല്ല പറഞ്ഞത്, കാരണം വെച്ചാൽ വലിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ആവൂസ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ അതിനെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. അതിനായിട്ട് ഞാൻ ആ രീതിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അച്ഛന്റെ അമ്മേടെ കാര്യം പറയാൻ പറ്റില്ല. ഇനിയിപ്പോ സിനിമ, അതിനൊപ്പം തന്നെ പഠിത്തം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് പോവുകയാണ്. അതിനിടയിലൊക്കെ ഈ മോണാക്ട്, മിമിക്രി അതിലെല്ലാം കൈവച്ചിട്ടുണ്ടല്ലേ? എന്തെങ്കിലും നമുക്ക് പറ്റിയ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഏത് ആക്ടിങ് ആണോ? മോണാക്ട് ഈ ഡ്രാമ ജൂനിയറിൽ ഞാനന്ന് ചെയ്ത ആ ഒരു സംഭവം മതിയോ? ഓക്കെ. ഈ ഭ്രാന്തിക്ക് വീടില്ല, നാടില്ല, കുടുംബങ്ങളില്ല, സ്വന്തങ്ങളില്ല. ഈ ഭൂമിയാണ് എന്റെ അമ്മ, ഈ ആകാശമാണ് എന്റെ തണൽ. എങ്ങനെയാണ് ഇങ്ങനെ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ആവശ്യപ്പെട്ടു അപ്പൊ തന്നെ അതിനൊന്നും നോ ആവണി പറയുന്നില്ല? കാരണം ഹൗസിന് അതിനൊക്കെ വില്ലിങ്ങാണ്, അത്രത്തോളം ഇഷ്ടമുണ്ടല്ലേ കല എന്ന് പറയുമ്പോൾ. നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ശരിക്കും ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാനൊക്കെ എത്ര സമയം എടുക്കുന്നത്? കാരണം ഇതൊക്കെ ഓരോ ഇപ്പോൾ സിനിമയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഓരോരുത്തരുടെ മൂവ്മെന്റ്, ആക്ടിങ്, ഡയലോഗുകൾ, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് എടുക്കാറുണ്ടോ ആവൂസ്? മൈൻഡിലേക്ക് എടുക്കാറുണ്ടോ ചോദിച്ചാ ഉണ്ട്. അതായത് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ടിങ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്കും ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യല്, എങ്ങനെയാണ് അത് ചെയ്യിപ്പിക്കുന്നത്, അതെങ്ങനെയല്ല ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി അവസാനം അതെങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിന്റെ മൈന്യൂട്ട് ആക്ടിങ് ഞാൻ കുറച്ചെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആവൂസ് അറിയാതെ തന്നെ അമ്മ കുറേ വീഡിയോസ് ഒക്കെ പകർത്തിയിട്ടുണ്ടല്ലോ, അതാന്ന് തോന്നുന്നത്. എനിക്ക് ഒന്ന് അനിയൻ ആ പാട്ട് വീടിന്റെ ആ മുകളിൽ കയറി നിന്നിട്ട് പാടുന്ന പാട്ടൊക്കെ ഭയങ്കര വൈറലായി മാറിയത് അല്ലേ? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കാരണം ആവൂസ് തന്നെ അറിയാറുണ്ടോ അമ്മ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതൊക്കെ? ചില സമയം
ഇപ്പൊ ഈ റീസെന്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു വെറൈറ്റി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇട്ടത്. അത് ഞാൻ അമ്മേനോട് എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുടി ഫ്രണ്ടിലേക്ക് വീണോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ കെട്ടി വെച്ച്. ആ സമയം അമ്മ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ എന്തോ ഡൗട്ട് വന്ന് ഞാൻ പറയാൻ തുടങ്ങിയപ്പോ മുമ്പിൽ 2 ഫോണും പിടിച്ചോണ്ട് അമ്മ നിൽക്കും. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴാണെങ്കിലും ആ ഒരു കണ്ടന്റിന്റെ ചിന്തയാണല്ലേ. അമ്മേനോട് പറഞ്ഞിരിക്കണം, ചോദിക്കണം. ഇനി അടുത്തൊരു ദിവസം ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ വിശേഷങ്ങൾ ഒരുമിച്ച് ചോദിക്കാം. ഓക്കെ, കണ്ടന്റ് എന്നല്ല അമ്മ, അതായത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കുറച്ച് ഈ തമാശകള്, പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങള് പ്രേക്ഷകർക്കും കൂടെ എത്തിക്കണം എന്നുള്ള ഒരു തോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മ അത് വീഡിയോ ആയിട്ട് എടുത്തേക്കാണ്. അതായത് അമ്മ പറയാറുണ്ട്, ഇപ്പം ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് അമ്മ ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടും എനക്ക് കാണാൻ വേണ്ടിട്ട് അമ്മ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിന് ഔട്ടായി പോകും. അപ്പൊ അമ്മ എന്ത് ഈ ക്യാമറയിലാണ് നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അമ്മേനോട് പറയാറുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്റെ ഡാൻസ് പോലും മര്യാദക്ക് കാണാൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടെ, കാരണം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാണ്ടുണ്ട്. ആദ്യത്തെ റവന്യൂ എത്രയായിരുന്നു? അത് കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? കാരണം അത്രത്തോളം സന്തോഷം ഉണ്ടാകും. കാരണം ആവൂസിന്റെ കയ്യിൽ നിന്നൊരു റവന്യൂ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് വീട്ടിൽ അത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് എത്രയാണെന്ന് അറിയില്ല. എത്ര ഫസ്റ്റ് റവന്യൂ എന്ന് പറയുന്നത് 7,000 ആണ്. അപ്പൊ കിട്ടിയ സമയത്ത് ആദ്യമായിട്ടല്ലേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പൈസ കിട്ടുന്നത്. ഒരുപാട് സന്തോഷം ഉണ്ടായി. അത് സേവ് ചെയ്ത് വെച്ച്, ചെലവാക്കാതെ സേവ് ചെയ്ത് വെച്ചതാണ് ഫസ്റ്റ്. പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഓരോന്നായിട്ട് വരുന്ന സമയത്ത് ഈ പൈസ, അതായത് ഫസ്റ്റ് കിട്ടിയ റവന്യൂ കൂടെ അതിന്റെ മിക്സ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിത്തരാൻ പറഞ്ഞാല് ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു 7,000 ഇല്ലേ, അതിൽ നിന്ന് വാങ്ങിത്തരും. അപ്പോൾ അത്തരത്തിൽ ഏണിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി സ്വന്തമായിട്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണ്? കാരണം എനിക്ക് ഇങ്ങനെ ഇന്നത് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ തൊടാത്ത കണ്ടന്റുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ വ്ലോഗ് ചെയ്യുന്നുണ്ട്, ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇനി കണ്ടന്റിന്റെ വെറൈറ്റി ഒക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? കാരണം അവരാണ് ആവൂസിൻ്റെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തത്. ആവൂസിൻ്റെ ഓരോ വീഡിയോയ്ക്കും ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടന്റായിട്ട് കാണുമ്പോൾ അത്രത്തോളം സ്വീകരണമാണ് ലഭിക്കുന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അവർ ഇത്ര നാള് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇനിയും അവരെന്നെ സപ്പോർട്ട് ചെയ്യും എന്നറിയാം. എന്നാലും സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. അപ്പോൾ ഇനി വലിയ ഒരു എന്താ പറയുക, ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചിട്ട് നല്ല സിനിമകളൊക്കെ കിട്ടി ഇനി വീണ്ടും നമുക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, അപ്പോൾ അമ്മേനെയും കൂടി ഇരുത്തിയിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാം. അപ്പോൾ വളരെയധികം നന്ദി ആവൂസ്, നമ്മോടൊപ്പം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിൽ. ഇനിയും ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.